ഓം ശാന്തി. ലോകത്ത് സമ്പന്നരാവാൻ ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല. എന്നിട്ടും എന്തുകൊണ്ട് മജോറിറ്റി ആളുകൾ സാധാരണക്കാരായിട്ടും ചുരുക്കം ആളുകൾ മാത്രം സമ്പന്നരായിട്ടും ലോകത്ത് മാറുന്നു? ഒറ്റ കാരണമേ ഉള്ളൂ, നമ്മൾ ആഗ്രഹിക്കാത്തത് കൊണ്ട് നമ്മൾ സമ്പന്നരാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. ഇത് എല്ലാ കാര്യങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പലരും പല സാഹചര്യങ്ങളിലാണ് വളർന്നു വരുന്നത്. ചിലർ സീറോയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ചിലർ സമ്പന്നന്മാരുടെ മക്കളായിട്ട് ജനിച്ചത് കൊണ്ടായിരിക്കാം സമ്പന്നനാവുന്നത് എന്ന് കരുതി എനിക്ക് സമ്പന്നന്മാരുടെ മക്കൾ മാത്രമേ സമ്പന്നരാകൂ എന്നുണ്ടെങ്കിൽ ലോകത്ത് ഒരിക്കലും സാധാരണക്കാരോ പാവപ്പെട്ടവരോ ആയിട്ടുള്ള ആളുകൾ ആരും സമ്പന്നന്മാരുടെ ലിസ്റ്റിലേക്ക് ഉയരില്ലായിരുന്നു. നോക്കിക്കഴിഞ്ഞാൽ അധികം സമ്പന്നന്മാരുമായി തീർന്നതിൻ്റെ പിന്നിൽ അവർ ഒന്നുകിൽ സീറോയിൽ നിന്ന് അഥവാ അല്പത്തിൽ നിന്ന് ആരംഭിച്ചാണ് സമ്പൂർണ്ണ സമ്പന്നതയുടെ അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നത്. അതുകൊണ്ട് സമ്പന്നന്മാരായവർ മാത്രമേ തുടർന്നും സമ്പന്നരാകൂ എന്നില്ല. വേണമെങ്കിൽ നമുക്കും ആവാം. പക്ഷെ ആകാത്തതിൻ്റെ 5 കാരണങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ കാരണം എക്സ്ക്യൂസ് ആണ്, ഒഴിവ് കഴിവ്. എനിക്ക് ആ കാരണം കൊണ്ട് പറ്റില്ല, ഈ കാരണം കൊണ്ട് പറ്റില്ല, അതങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മളെ തടയാനും ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എൻ്റെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യിപ്പിക്കാനും ഒരാളെ കൊണ്ട് സാധ്യമല്ല. കാരണം 1000 ഒഴിവ് കഴിവുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടി കണ്ടെത്തും. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖഭാവം, ഭാവം, ബോഡി ലാംഗ്വേജ് അഥവാ കൊടുക്കൽ വാങ്ങലുകൾ, സഹോദരങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ, എന്തു കൊച്ചു കാര്യം മുതൽ വലിയ കാര്യം വരെ, ഈ ലോക പരിവർത്തനം വരെ നിങ്ങൾ നോക്കിക്കോളൂ. വേണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൽ നിന്ന് മാറ്റാനും ഒരാൾക്കും ആവില്ല. വേണ്ട എന്ന് എനിക്ക് തോന്നുന്നെങ്കിൽ അഥവാ വേണം എന്നെനിക്ക് തീക്ഷ്ണമായി യഥാർത്ഥമായി ഞാൻ ആഗ്രഹിക്കാത്തിടത്തോളം എനിക്ക് എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് ഒരിക്കലും ഒഴിവ് കഴിവുകളും വിജയവും ഒന്നിക്കാറില്ല. മുന്നും ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, എക്സ്ക്യൂസ് ആൻഡ് സക്സസ് വിൽ നോട്ട് കം ടുഗദർ. അതായത് ഒരിക്കലും തൻ്റെ കാരണങ്ങളും നിവാരണവും വിജയവും ഒരിക്കലും ഒന്നിക്കാറില്ല. കാരണസ്വരൂപമാകാതെ നിവാരണ സ്വരൂപമാകൂ എങ്കിൽ നിങ്ങൾക്ക് പ്രസന്ന ചിത്തരാകാം എന്ന പരമാത്മ മഹാവാക്യം ഈ സമയത്ത് ഞാൻ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ട് കാരണങ്ങൾ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ, മറ്റാർക്കും സാധ്യമല്ല. അതുകൊണ്ട് സ്വന്തം കാരണങ്ങൾക്ക് നിവാരണം കണ്ടെത്തിക്കൊണ്ട് അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. സ്വന്തം മനസ്സിൽ നിന്ന്, സ്വന്തം ചിന്താധാരയിൽ നിന്ന്, സ്വന്തം പരിശ്രമത്തിൽ നിന്നാണ് അതിനുള്ള ഉത്തരം നമുക്ക് കിട്ടേണ്ടത്. മറ്റാര് പറഞ്ഞു തന്നാലും അതിന് ചെയ്യാതിരിക്കാനുള്ള പല കാരണങ്ങളും നമ്മൾ കണ്ടെത്തിയേക്കും. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം നാളേക്ക് വെക്കാതെ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് വെക്കാതെ ഇന്ന് ഈ നിമിഷം ആലോചിച്ച് നോക്കൂ, എന്ത് ചെയ്താൽ എനിക്ക് മുന്നേറാനാകും, എന്തുകൊണ്ട് കാരണം കൊണ്ട് എനിക്ക് ചെയ്യാനാകും. ചെയ്യാൻ വേണ്ട കാരണം കണ്ടെത്തൂ, എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും. രണ്ടാമത്തെ കാരണം, നമ്മൾ നല്ലൊരു തുടക്കത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അധിക ആളുകളും ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ അത് ശരിയാവുന്നില്ല, ഒരു പെർഫെക്റ്റ് പ്ലാൻ എനിക്ക് കിട്ടാനില്ല, ആ പ്ലാനിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ്. വാസ്തവത്തിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കി നേടിയവരാരും ഇല്ല എന്നുള്ളതാണ് സത്യം. ഈവൻ ആപ്പിൾ കമ്പനിയുടെ ആളാണെങ്കിലും അഥവാ ലോകത്ത് നമ്പർ 1 എന്ന് നിങ്ങൾ കണ്ടെത്തുന്ന വിചാരിക്കുന്ന ഇന്ന് നിലവിലുള്ള ഏതൊരു കമ്പനിയുടെ ഓണറോടും നിങ്ങൾ സംസാരിച്ചോളൂ, അവരെല്ലാം നിരവധി തവണ അവനവൻ്റെ പ്ലാനിൽ മാറ്റം വരുത്തിയവരാണ്. അതുകൊണ്ട് ഒരു ചെറിയ പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക. എന്നാണോ നമ്മൾ ശുഭാരംഭം, ആ ആരംഭം കുറിക്കുന്ന ദിവസം തന്നെയാണ് അതിൻ്റെ ശുഭം. അതുകൊണ്ട് അധികം വൈകാതെ കൊച്ചു പ്ലാൻ ഉണ്ടാക്കൂ, അത് നിങ്ങൾ ചെയ്തു നോക്കൂ. ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന പരാജയം അഥവാ സംഭവിച്ചാൽ തന്നെ അതിൽ നിന്നുള്ളതായിട്ടുള്ള പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് വരുത്തേണ്ട മാറ്റത്തെ വരുത്തിക്കൊണ്ട് വീണ്ടും മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന ഊർജാവും. അങ്ങനെ അവനവനിൽ വേണ്ട മാറ്റങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരാണ് ചെറുതായി തുടങ്ങി ലോകത്ത് വലിയ വലിയ കമ്പനികളായിട്ടുള്ള കോടികളുടെ ടേൺ ഓവറുള്ള കമ്പനികളായിട്ടുള്ള എല്ലാവരും. അതുകൊണ്ട് ഒട്ടും മടിക്കരുത്. നമ്മുടെ ചെറിയ സംരംഭത്തെ അതിന് പെർഫെക്റ്റ് ആയിരിക്കുന്ന പ്ലാൻ എന്ന് നിങ്ങളുടെ മനസ്സിൽ വന്ന പ്ലാൻ അത് തന്നെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാൻ. അല്ലാതെ ഇന്നേ വരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്ലാനും കൊണ്ട് തുടങ്ങിയ ആരുമില്ല. ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞു തരണം. ഞാൻ ഇന്നേ വരെ അങ്ങനെ ഒരു പ്ലാനുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല. ഇനി ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ അഥവാ പെർഫെക്റ്റ് പ്ലാനിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഒരു കാര്യം അണ്ടർലൈൻ ചെയ്ത് ഓർത്തോളൂ, ഒരിക്കലും നിങ്ങൾ തുടങ്ങാൻ പോകുന്നില്ല എന്നുള്ളതായിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന സത്യം.
അതുകൊണ്ട് പെർഫെക്ഷന് വേണ്ടി കാത്തു നിൽക്കാതെ കാല് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കൂ. ഒരു കൊച്ചു കുഞ്ഞ് നടക്കാൻ പഠിക്കുന്നത് പോലും വീണിട്ടാണ്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് ആദ്യം ഉണ്ടാവും നമുക്ക്. പക്ഷേ മുന്നോട്ട് പോവാൻ നിങ്ങൾ കാല് വെക്കുമെങ്കിൽ, കാൽ വെച്ച് മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുമെങ്കിൽ തീർച്ചയായും പലവട്ടം വീണാൽ പോലും നിങ്ങൾ ലക്ഷ്യത്തിലെത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പെർഫെക്റ്റ് പ്ലാനിന് വേണ്ടി കാത്തു നിൽക്കാതെ നമ്മുടെ കയ്യിലുള്ള കൊച്ചു പ്ലാൻ ആദ്യം നിങ്ങൾ പ്രാക്ടിക്കലാക്കൂ. പതുക്കെ പതുക്കെ നിങ്ങൾക്ക് വേണ്ട പ്ലാൻ നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടേയിരിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഒരു വിരലിൻ്റെ ആ ഒരു തമ്പിൻ്റെ ഇംപ്രഷൻ എടുത്ത് നോക്കിയാൽ പോലും ഈ ഒരു തള്ളവിരലിൻ്റെ വരകൾ, രേഖകൾ പോലും 100 കണക്കിനുണ്ടാവും. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിരലിൻ്റെ തമ്പ് ഇംപ്രഷൻ നമ്മൾ കൊണ്ടാനായിട്ട് പറയുന്നത്? എന്തുകൊണ്ടാണ് മഷിയാക്കി ഈ കാര്യത്തെ വിരലിൽ പതിപ്പിക്കുന്നത്? ഇതുപോലെ ലോകത്ത് ഒരാൾക്കും ഒരു തമ്പുണ്ടായിരിക്കില്ല. എന്നാൽ ചിലർക്കും ഈ ഒരു തള്ളവിരലിൻ്റെ പോർഷൻ മാത്രമല്ല, നമ്മളെപ്പോലെ ലോകത്ത് ആരുമില്ല. അതുകൊണ്ട് അവരുടെ വിജയത്തെ നോക്കി അവരങ്ങനെയാണ് അതിനെ കോപ്പി ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇവരുടെ വിജയം നോക്കി ഇവരിങ്ങനെയാണ് ഇതിനെ കോപ്പി ചെയ്യാമെന്ന് വിചാരിക്കരുത്. എൻ്റെ ഉള്ളിലെ കാലിബർ എന്താണെന്ന് കണ്ടെത്തൂ, എൻ്റെ കഴിവെന്തെന്ന് മനസ്സിലാക്കൂ, എൻ്റെ ഉള്ളിലെ ശക്തിയെ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കൂ. അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യൂ, പഠിക്കൂ, അവനവനെക്കുറിച്ച് അറിയൂ, എന്നിട്ട് ആരംഭിക്കൂ. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ കഴിവിനെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്നത്, അന്ന് നിങ്ങളുടെ ജീവിതം വിജയത്തിൻ്റെ പാതയിൽ കാല് മുന്നോട്ട് വെക്കലാവും. മറ്റുള്ളവരെ ഫോളോ ചെയ്യുമ്പോൾ പലപ്പോഴും അവരതിൽ എക്സ്പേർട്ടായിരിക്കാം. നിങ്ങൾക്ക് അത് നിങ്ങളുടെ എക്സ്പെർട്ട്നെസ് അഥവാ നിങ്ങളുടെ പ്രാവീണ്യം ആയിക്കൊള്ളുന്നില്ല. ആ പ്രാവീണ്യത്തിൻ്റെ കുറവ് അഥവാ പ്രാഗൽഭ്യത്തിൻ്റെ കുറവ് പലപ്പോഴും നമ്മുടെ ലൈഫിലെ ഒരു വരൾച്ചയായിട്ട് അഥവാ അതിനോടുള്ള മടുപ്പായിട്ട് അനുഭവപ്പെടും. നിങ്ങൾ ആ ഒരു എഫേർട്ട്, ആ ഒരു പ്രയത്നം പകുതി വഴിയിൽ ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞത് കേട്ടു, ഇവർ പറഞ്ഞത് കേട്ടു, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് കണ്ടു, ഇവർ ചെയ്യുന്നത് കണ്ടു തുടങ്ങാതെ നിങ്ങൾക്കത് സ്യൂട്ടാണോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ ഹൃദയത്തിന് അത് ചേരുന്നുണ്ടോ എന്ന് നോക്കൂ. നിങ്ങളുടെ മൂല്യങ്ങളുമായിട്ട് അതിനെ ഒത്തിണക്കി കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് നോക്കൂ. എന്നിട്ട് കാൽ മുന്നോട്ട് വെച്ച് പോയാൽ പശ്ചാത്തപിക്കേണ്ടി വരില്ല. നമുക്ക് മുന്നോട്ട് 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 പോവുകയും ചെയ്യാം. പിന്നെ വേറൊരു കാര്യം, മാറ്റം വരുത്താത്ത ഒരു കാര്യത്തിനും ലോകം ഉൾക്കൊള്ളാറില്ല. ആര് തൻ്റെ ബിസിനസ്സിലാവട്ടെ അല്ലെങ്കിൽ തൻ്റെ കഴിവിലാവട്ടെ മാറ്റങ്ങളെ ഉൾക്കൊള്ളാതിരിക്കുന്നു, അവരെ ലോകം മാറ്റി നിർത്തി മുന്നോട്ട് പോകും എന്നതാണ് സത്യം. അതുകൊണ്ട് സമയാനുസൃതമായിരിക്കുന്ന മാറ്റങ്ങൾ, ടെക്നോളജിയിൽ വരുന്ന മാറ്റമാണെങ്കിലും അതല്ല അവനവൻ്റെ പഠനത്തിൽ കൊണ്ടുവരേണ്ട മാറ്റമാണെങ്കിലും നമ്മുടെ പേഴ്സണാലിറ്റിയിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഡെവലപ്മെൻറ്റ്സ് ആണെങ്കിലും എന്തു തന്നെയാണെങ്കിലും മാറ്റം നമ്മൾ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ലോകത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. ഈ ലോകത്തിനല്ല, ഈ സൃഷ്ടിയിലെ ഒരു കാലഘട്ടത്തിലും മാറ്റത്തിന് വിധേയമാകാതിരുന്നിട്ടേയില്ല. അതുകൊണ്ട് മാറ്റം സ്വീകരിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ബേസ്ഡ് ആയിരിക്കുന്ന ചേഞ്ചിനെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവേണ്ടത് അനിവാര്യമാണ്. അഥവാ മാറാത്ത പല കമ്പനികളും, ഇന്ന് ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ഒരുപാട് കമ്പനികളുടെ ലിസ്റ്റ് എനിക്കറിയാം. അവരൊക്കെ ഒരു കാലഘട്ടത്തിൽ, അത് വിമാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു പല സാധനങ്ങൾ, കൊച്ചു കൊച്ചു സാധനങ്ങൾ മുതൽ വലിയ വലിയ സാധനങ്ങൾ, കമ്പനികൾ വരെ അവരുടെ ഉള്ളിൽ മാറ്റം കൊണ്ടാത്തത് കൊണ്ട് നമ്മളാണ് ഇതിൽ അധികായന്മാർ എന്ന് വിചാരിച്ച പലരും അവരുടെ കച്ചവടം നിർത്തിയ അഥവാ അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിച്ച നിരവധി പേരുടെ കഥ അറിയാം. അതുകൊണ്ട് ഒരിക്കലും വിചാരിക്കരുത് മാറ്റം വന്നോട്ടെ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ജീവിതത്തിൽ നിങ്ങൾക്ക് ഉന്നതി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ ഒരേ സ്ഥലത്ത് തന്നെ ചിലർ പറയും എനിക്ക് ഫുള്ളായിട്ടുള്ള മാർക്കറ്റാണ്, ഇവിടെ ഭയങ്കര ഹാപ്പിയാണ്. ചിലർ പറയും അതേ ഷോപ്പ്, അതേ സാധനങ്ങൾ, അതേ രീതി. ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിലും ഒരു റോഡിനൊരു കോർണർ ഒരു ഷോപ്പ് എനിക്കറിയാം. അത് എത്രയോ വർഷങ്ങളായി ഞാൻ അറിയുന്നു. അതേ ഷോപ്പ്, അതേ സാധനം, അതേ വലുപ്പം, അതേ ഹാപ്പിനെസ്, അതേ ഡൾനെസ്, അതേ പേഴ്സണാലിറ്റി, അതേ മൂവിങ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പരിധി കഴിയുമ്പോൾ നിന്നു പോകുന്നവരെ മറികടന്ന് നടക്കുന്നവർ മുന്നോട്ട് പോകും. അത് സത്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവാതിരുന്നാൽ പതുക്കെ പതുക്കെ മാറുന്നതെന്തും നമ്മളെ വിട്ടുപോകും. ലക്ഷ്മി പ്രവഹിക്കുന്നത് എന്നാണ് പറയുന്നത്. ഒരു ചൊല്ല് പറയും ലക്ഷ്മി ചഞ്ചലയാണ്. മീൻസ് ചഞ്ചലാൻ അർത്ഥം ഓൾവേസ് മൂവിങ് എന്നർത്ഥം. കറൻസി ഈസ് ടു കറണ്ട് എന്നാണ്, പ്രവഹിക്കുന്നതാണ്. മാറ്റത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ മാറ്റം നിങ്ങളെ അതിജീവിച്ചു പോവും, അഥവാ ആളുകൾ നിങ്ങളെ മാറ്റിക്കളയും. അതുകൊണ്ട് മാറ്റത്തിനൊത്ത് അവനവൻ്റെ ഉള്ളിൽ വരുത്തേണ്ടതായിരിക്കുന്ന, അപ്പോഴും ഞാൻ പറയാണ്, മാറ്റത്തിൻ്റെ പേരിൽ മാറ്റാകരുത്, വാല്യൂ ബേസ്ഡ് ചേഞ്ച്.
എന്ത് വേണോ അത് അവനവൻ്റെ ഉള്ളിൽ മൂല്യാധിഷ്ഠിതമായിരിക്കുന്ന പരിവർത്തനം അവനവൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങളെ ഇതിൽ നിന്നൊന്നും മാറ്റി നിർത്താനാവില്ല. നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്തോഷമോ നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു കാര്യം കൂടെ ഓർക്കാനുണ്ട് നമുക്ക്. മുന്നോട്ടുള്ള യാത്രയിൽ പലർക്കും പാകപ്പിഴ പറ്റുന്നത് ഈ ഒരു പോയിന്റ് തന്നെയാണ്. പലരും പറയും ഞാൻ ലോൺ എടുത്തിട്ട് വീടുണ്ടാക്കി, ലോൺ എടുത്ത് കാറ് വാങ്ങിച്ചു, ലോൺ എടുത്ത് അത് ചെയ്തു, ലോൺ എടുത്ത് ഇത് ചെയ്തു. അവസാനം നോക്കി വരുമ്പോൾ നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു, പക്ഷേ ബിസിനസ്സിലൊരു തകർച്ച വന്നു പോയി, അതുകൊണ്ട് എൻ്റെ വീട് പോയി, ഷോപ്പ് പോയി, അത് പോയി, ഇത് പോയി, ഇപ്പം ഞാൻ ഇങ്ങനൊരു ക്രൈസിസിലാണ്. നിരവധി കോളുകൾ ഈ ഒരു പേരിൽ എൻ്റെ അടുത്ത് വരാറുണ്ട്. ഒരു കാര്യം ഞാൻ സത്യം നിങ്ങളോട് പറഞ്ഞു തന്നോട്ടെ, ഒരിക്കലും സമ്പന്നന്മാർ അവരുടെ ലയബിലിറ്റിക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യാറില്ല, അവരവരുടെ അസറ്റിന് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ പൈസ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എനിക്ക് 200 രൂപ വരുമാനം ഉണ്ടാകുമ്പോൾ അതിൽ ആ 200 രൂപയിൽ 150 രൂപയും ലോൺ അടച്ചിട്ട് 50 രൂപ കൊണ്ട് ഞാൻ കഴിച്ചു കൂട്ടാൻ വിചാരിക്കരുത്. നിങ്ങൾ 150 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തോളൂ, പക്ഷെ ഒരു അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യൂ. ആ സാധനം വാങ്ങിയിട്ട് അതിൻ്റെ കടം വീട്ടാൻ വേണ്ടി, ലോൺ അടയ്ക്കാൻ വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ കണക്ക് കൂട്ടൽ എവിടെയെങ്കിലും പഴച്ചു പോയാൽ അവിടെ എല്ലാം തകരുന്ന അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഞാൻ ലോൺ എടുക്കണ്ടെന്നും പറയില്ല. ഒരു ബിസിനസ് തുടങ്ങാനാണ് ലോൺ എടുക്കണമെന്ന് നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ നമ്മളാൽ ആകുന്ന, സപ്പോസ് ഞാൻ വിചാരിക്കുന്ന വലിയൊരു അവസ്ഥയിൽ എൻ്റെ ബിസിനസ് എത്തിയില്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് തടസ്സം നേരിട്ടാലും എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ലോൺ എടുത്തുകൊണ്ട് ചെറുതായിട്ട് ആരംഭിക്കൂ. ഏറ്റവും വലുതിലേക്ക് കാല് വയ്ക്കുമ്പോൾ അവിടെയാണ് പഴമക്കാർ പറയുന്നത് സത്യമായി പോകുന്നത്, വിരിപ്പിൻ്റെ അത്രേ കാല് വിരിക്കാവൂ എന്ന് പറയുന്ന അത്തരമൊരു ചിന്താധാരയിലേക്ക് മനസ്സ് വരണം എന്നല്ല, മനസ്സ് വിശാലമായി ചിന്തിക്കണം. പക്ഷെ അവനവൻ്റെ ചെലവുകളെ വരവിൽ നിന്ന് കുറച്ച് ചെലവ് ചെയ്തുകൊണ്ട്, കുറച്ച് സേവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ സമ്പാദ്യം നമ്മളെ സമ്പന്നന്മാരാക്കി മാറ്റുക തന്നെ ചെയ്യും. ആ കുറച്ച് എമൗണ്ട് ആയിട്ട് ക്യാഷ് എണ്ണി സന്തോഷിക്കാനല്ല, അസറ്റിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ. എങ്കിൽ ആ ഡെപ്പോസിറ്റ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് പതുക്കെ നിങ്ങളെ വളർത്തും. മെല്ലെ തിന്നാൽ മുള്ളും തിന്നാമെന്ന് പറയും പോലെ നിങ്ങളുടെ സ്ലോ ഗ്രോത്ത് ആയിരിക്കാം, പക്ഷേ ഒരിക്കലും പ്രോബ്ലംസ് ഇല്ലാത്ത ഒരു സ്റ്റേബിൾ ഗ്രോത്തിലൂടെ ഹൈറ്റ്സിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും. 1 വർഷം കൊണ്ട് നിങ്ങൾക്കാവാൻ പറ്റില്ലായിരിക്കാം, 5 വർഷം കൊണ്ട് എന്തായാലും നിങ്ങൾക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ലോണിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് പകരം നമ്മുടെ അസറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. മോർ സേഫാണ്, മനസ്സ് കംഫർട്ടായിരിക്കും. ഒരിക്കൽ കൂടി ഞാനൊരു കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഉരുളിയിൽ നിധിയുടെ മുകളിൽ താമസിക്കുന്ന എലിക്ക് ഉരുളിയിലേക്ക് ചാടാനാകൂ. അതുകൊണ്ട് നമ്മുടെ നിധി കുംഭത്തെ സങ്കല്പത്തിനെയും കർമ്മത്തിനെയും ഒപ്പം ആ കർമ്മത്തിൻ്റെ ഫലത്തിനെ കൂടി നിധിയായി സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കാൽവയ്ക്കുകയാണെങ്കിൽ പതുക്കെ ഹൈറ്റ്സിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കൊണ്ടുവന്നാൽ, ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിലെ സ്വഭാവമാണെങ്കിൽ ആ സ്വഭാവത്തെ ഒഴിവാക്കിക്കൊണ്ട് അതിലെത്ര % ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങളുടെ സ്വഭാവം ഉണ്ടോ അത് കണ്ടെത്തുക, ഇന്ന് തന്നെ വിശകലനം ചെയ്യുക, ഇപ്പം തന്നെ മാറ്റുക, ഇപ്പം തന്നെ ഒരു പുതിയ തുടക്കമാവട്ടെ. നിങ്ങളുടെ ലൈഫ് സക്സസ്സിലേക്ക്, സമ്പന്നതയിലേക്ക് മുന്നേറുന്ന ഒന്നാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.